ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് നമ്മൾ ഫ്രൈഡ് റൈസാണ് നോക്കുന്നത്. ചിക്കനും എഗ്ഗും കൂടിയ ഫ്രൈഡ് റൈസാണ്. ബാസ്മതി അരി 1 മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. വെജിറ്റബിൾസ് ബീൻസ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജ്, കുറച്ച് വെളുത്തുള്ളി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഗ്രീൻ പീസ് വേവിച്ചതും. ഇത് നമ്മൾ വേവിച്ചെടുത്ത ചോറാണ്. അത് പാൻ്റെ അടിയിൽ വെച്ച് നന്നായി തണുക്കാൻ വെക്കാം. പിന്നെ ഒരു പാനിൽ 4 മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. അതിൽ ഉപ്പും കുരുമുളകും കൂടിയിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇത് റെഡിയായി കഴിഞ്ഞു. നമുക്കിനി ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാൻ പിന്നെ എടുത്തിരിക്കുന്നത് ചിക്കൻ ഓൾറെഡി വേവിച്ചതാണ്. ഉപ്പ് ഇട്ട് വേവിച്ച ചിക്കനാണ്. അത് കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് ഈ പാനിൽ തന്നെ എണ്ണ ഒഴിച്ച് അത് ഇട്ട് കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച് നന്നായി ഡ്രൈ ആയിട്ട് എടുക്കാം. വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല. കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി ഒന്ന് ഫ്രൈ ചെയ്യാം. അതും നമുക്ക് ഈ പാത്രത്തിലോട്ട് മാറ്റാം. ഇത് രണ്ടും അവിടെ ഇരിക്കട്ടെ. ഞാൻ ഇനി ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിൽ വലിയൊരു ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർക്കുന്നത്. ഓയിലും പിന്നെ ചെറുതായി നുറുക്കി വെച്ച വെളുത്തുള്ളിയും ഇതിലിട്ടൊന്ന് മൂപ്പിക്കുന്നുണ്ട്. മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ചെറുതായി സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും കൂടി ഇതിൽ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. ബീൻസ് ഇട്ടു, ക്യാപ്സിക്കം, പിന്നെ ക്യാരറ്റ് ഇടുന്നുണ്ട്. പിന്നെ ഗ്രീൻ പീസ് ഞാൻ ഓൾറെഡി കുക്ക് ചെയ്തതാണ് കേട്ടോ. അതും ഇതിൽ ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് ക്യാബേജാണ്. എല്ലാം കൂടി ഇട്ട് നന്നായി ഒന്ന് ചെറുതായി വഴറ്റിയെടുക്കാം. അധികം വേവാതെ വഴറ്റിയെടുക്കാം. പിന്നെ സോയ സോസ് 1 ടേബിൾ സ്പൂണ് ചേർത്തുണ്ട്. പിന്നെ ടൊമാറ്റോ സോസും ഈ ചില്ലി പേസ്റ്റുമാണ് കേട്ടോ. ചില്ലി സോസും ടൊമാറ്റോ സോസും ഒരുമിച്ച് മിക്സ് ചെയ്തതാണ്. അതും കൂടി ഇട്ട് നന്നായി മിക്സാക്കി കൊടുക്കാം. പിന്നെ ഈ ചിക്കനും എഗ്ഗും കൂടി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചതും കൂടി ഇതിൽ ചേർക്കാം. എല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് നന്നായി ആറിയ തണുത്ത ചോറ്, ബാസ്മതി റൈസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ആവശ്യമാണെങ്കിൽ ഇത്തിരി ഉപ്പ് ചേർക്കാം കേട്ടോ. നന്നായി മിക്സ് ആക്കി എടുക്കാം. സോയ സോസും വെജിറ്റബിൾസൊക്കെ എല്ലാം എല്ലാ ഭാഗത്തേക്കും ആവണ പോലെ മിക്സ് ആക്കാം. പിന്നെ ഇനി വേണ്ടത് 1 സ്പൂൺ വിനീഗറാണ്. 1 സ്പൂൺ വിനീഗർ ചേർത്തതിന് ശേഷം നമുക്ക് കുരുമുളക് പൊടി 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മളത് ഒരു ബൗളിലോട്ട് മാറ്റാം. സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് റെഡി ആയി കഴിഞ്ഞു. നമുക്ക് ഇനി ടേസ്റ്റി ആയിട്ട് കഴിക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം.